എനിക്ക് നിറച്ചും ചായ. അതിന് പകുതി മതി, പണിക്ക് പോകാനൊക്കെ പകുതി മതി. 3 വർഷമായിട്ട് ഞാൻ ഇതിനകത്തൊന്ന് കഷ്ടപ്പെടുവോ? അവൻ പണിക്ക് പോകാൻ സൂചിച്ചിരിക്കുക. എടാ അഖിലേ, അഖിലേ, ഇനിക്കത്തുമില്ല ക്ഷീണം കാണാൻ മുഴുവനുള്ള ഈ പറ്റിയ ചായ. ആരാ പണിയെടുക്കുന്നത്? ഞാൻ. നീ എന്താ ചെയ്യുന്നത്? ഇതുപോലെ ചായ കുടിച്ചിരിക്കുന്നത്. ഞാൻ നിന്റെ ഭാര്യ. ഞാൻ രാവിലെ എണീറ്റ് കുളിക്കുന്ന ചായ കുടിക്കുന്നൊക്കെ ഒരു ജോലിയാ. അതേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പുറത്തെ ചേച്ചി പണിയെടുക്കുന്നുണ്ട്. ആ ചേച്ചിക്ക് നീ എങ്കിലും പണിയെടുത്താൽ ചേച്ചിയുടെ പൈസ നീ ശ്രമിക്കരുത്. ആരംഭിച്ചിരിക്കുന്നില്ല. എന്റെ ചായ ഇരിക്കുവന്ന് ഞാൻ തന്നെ ബെല്ലടിച്ച് തുറക്കാൻ ചായ ഇരിക്കുവോ? ഇയാളെ കൊടിയല്ലേ പോ. അതിനല്ലേ പോ. ആരാ രാവിലെ തന്നെ? നമസ്കാരം. സുഖിയെന്ന്. അതെ, എല്ലാം ഇപ്പൊ ഞാനല്ലേ പൈസ തരുന്നേ. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട്. പൈസ ഉണ്ട്, കയ്യിലുണ്ട്. ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. രാവിലെ ഇന്ന് രാത്രി വന്നപ്പോ ഞാൻ ചോദിച്ചായിരുന്നു. അവന്റെ പൈസ ഇരിപ്പുണ്ട്, വീട്ടിൽ പോയിട്ട് വന്നു. പൈസ ആട്ടെ അടുത്ത വഴി പോട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അങ്ങോട്ട് വിടാം. പൈസ കൊടുത്ത് വേറെ അടുക്കള വഴി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നിർത്താൻ പാടില്ല. നീ പൈസ കൊടുത്തേ. നിനക്കൊന്നും കഴിച്ചില്ലല്ലോ ഇന്നലെ വന്നിട്ട്. ഞാൻ മേടിച്ചു. വീട്ടിൽ പോയിട്ട് ഇന്നലെ വന്നു. അല്ല കഴിച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ച. താങ്ക് യു. എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എവിടെ പോയി? അമ്മയുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയെന്ന് ഞാനറിഞ്ഞു. പൈസ ഇല്ല. പൈസ ഇല്ലയോ? കള്ളം പറയുന്നത് മര്യാദയ്ക്ക് പൈസ ഉണ്ടോ? കൈ 10 പൈസ ഇല്ല. അതുകൊണ്ട് തപ്പി നോക്കണോ? തപ്പി നോക്കല്ലേ. അത് പൈസ ഇല്ല. അതുകൊണ്ടുവരുത്. ഈ മന്തി പൈസ. നീ മന്തി തിന്നണ്ട. അമ്മ തന്ന മന്തി തിന്നാൻ വേണ്ടി. മുട്ടുകാരി ഞാൻ കേട്ടും. ഈ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടാ. നീ എന്നെ നിന്റെ കണ്ട ഞാൻ ഓർമ്മയില്ലയോ? ഇല്ല. എന്തിനാ ഇവിടെ നിക്കുന്നേ? ഫീസ് വേണ്ടായോ? കോളേജിൽ കൊടുക്കാൻ ഫീസ് വേണ്ടായോന്ന്? കോളേജോ? ഈ മാസം 3ാമത്തെ ഫീസായത്. കൊണ്ട് കൊടുത്തിട്ട് റെസിപ്റ്റ് മേടിച്ചോണ്ട് വരണം. മനസ്സിലായോ? എന്തിനാന്നോ? കുഴിഞ്ഞതിനാണ്. എനിക്ക് വയ്യ ടീച്ചറാ. ഇതിന് ഒരു അരണ പോലെയാണല്ലോ എനിക്ക് കിട്ടിയത്. എടാ ഇത് കൊണ്ട് കൊടുത്തിട്ട് റെസിപ്റ്റ് മേടിച്ചോണ്ട് വരണോന്ന്. ഇതെന്തുവാ? ഇതപ്പുറത്തെ അഖിലിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. എടാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അഖില്. ഇത് കൊണ്ട് കൊടുക്കണം. ഈ ഫീസും കൊണ്ട് കൊടുക്കണം. ഇത് ഇവിടെ കൊടുക്കണം. ഫീസ് കോളേജിൽ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ എവിടെ പോണം? ഇത് കൊണ്ടുവന്ന് അവന്റെ അഖിലിന്റെ അടുത്ത് കൊടുറാ. പൊണ്ണ എങ്ങോട്ട് പോവാ? അങ്ങോട്ട്. അവന്റെ വീട് അങ്ങോട്ട് പോയി മൂടാൻ അങ്ങോട്ട് പോ. എന്താണ് ഇപ്പൊ എനിക്ക് പൈസ തന്നത്? ഞാൻ നിനക്ക് പൈസ വല്ലതും തരാനുണ്ടോ? നീ എനിക്ക് പൈസ തരാനുണ്ട്. രാവിലെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ നീ പൈസ ആയിട്ട് വരുമോന്ന് പറഞ്ഞായിരുന്നല്ലോ. കൊണ്ടുവന്നോ? നീ തരൂ. 1000 കുറവുണ്ടല്ലോ. അയ്യോ, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഇല്ല. ക്ഷമിക്കണം. കോളേജിൽ പോകുന്നില്ലയോ? പോകോ. നീ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. തേർഡ് ഇയർ മറന്നുപോയോ? മറക്കരുത് കേട്ടോ. താങ്ക് യു. 1000 മറക്കണ്ട. വീട്ടുണ്ട് തരണം.
കോളേജ് 9:00 കോളേജിൽ പോ. അവിടെ ബസ് സ്റ്റോപ്പാ. ചെല്ലു പെട്ടെന്നല്ലേ ഇതിന് ജോലിയോ? സാലറി 3 വർഷം എന്നെ തന്തയ്ക്ക് വിളിക്കുമായിരുന്നു. എന്നെ തന്തയ്ക്ക് വിളിച്ചു. വീട്ടിൽ പോയെന്ന് പറഞ്ഞു. കൊള്ളാം. തൽക്കാലം അവൻ അറിയണ്ട ഒന്ന് ആരും. ഞാൻ പുറത്തോട്ട് പോകുന്നു. പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കൈ പൈസ ഇല്ല. അത് പോകുന്നതിന് പൈസ ഒന്നും വേണ്ടല്ലോ. നടന്നു വന്നിട്ടുണ്ടായിരുന്നു ചാവി. അതെ ഞാൻ വിചാരിച്ചു ചെല്ലി ഞാൻ പുറത്തോട്ട് വരുന്നുണ്ട്. ഞാൻ വീട്ടിൽ വണ്ടി കൊണ്ടു. നിനക്ക് എന്തോ വേണം? എന്റെ ജോലി ഇരിക്കട്ടെ. മമ്മി എന്തുകൊണ്ട് രാവിലെ കഴിക്കാൻ? രണ്ടു ദിവസം വണ്ടി പുറത്ത് വെച്ചാൽ മൊത്തം പൊടിയാ. തുണി കഴിയുമ്പോണ്ടോ? തുണി വേണ്ട. ഞാൻ ഈ പേപ്പർ എടുക്കുവാണേ. തുടക്കാൻ ഈ പേപ്പർ రాజాగాడికి ఈ రోజాలు సైకిల్ గడికి ఐపీఎల్లో ఆ సీడీ నెక్కున్నా వెయ్యిలో చెల్లుబాటు అవత 1000 కోట్ల తెలుగు బొమ్మలాట చెరువు మీద ఎల్లు గడిపే చేతులు బదుగా കോളേജിൽ പോയില്ലേ? കോളേജിലോ? നീ കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടേ ഇങ്ങോട്ട്. ശരിയാ. അല്ല ആ ഞാൻ എന്തിനാ നിന്റെ വീട്ടിൽ വന്നേ? രാവിലെ എനിക്ക് പൈസ തരാൻ വേണ്ടി വന്നു. ഇപ്പം പേപ്പറോ? പേപ്പർ എന്ത് പേപ്പർ? എനിക്ക് ഓർമ്മയില്ല. എന്താ പേപ്പർ? ലെറ്റർ വല്ലതും ആണോ? ആണോ? ജോലിയുടെ ലെറ്റർ വല്ലതും ആണോ? ഓർമ്മയില്ല. എടാ നീ ആരുടെങ്കിലും ഇത് പറഞ്ഞായിരുന്നോ? അച്ഛനറിയാം. അച്ഛൻ ഇവിടെ വന്നേ വന്നേ. അല്ല പയ്യനാണെങ്കിൽ ഒരു പേപ്പർ വീടുണ്ടോ തരാം. എന്താ പേപ്പർ? എന്നടാ അപ്പന്റെ അല്ല അപ്പൻ അഖിലേ നീയാണാ? അതെന്തിയാടാ മോനെ കൊടുത്തില്ലേ? എനിക്ക് ഓർമ്മയില്ല. എവിടാ ആ പേപ്പറാന്ന് തോന്നുന്നു. ഞാന് മുമ്പ് വണ്ടി കുറച്ചിട്ട് എടുത്ത് അങ്ങോട്ട് എവിടെയോ എടുത്ത് എറിഞ്ഞോ? അയ്യോ ഇവിടെ ഇവിടെ ഈ വണ്ടിയെ തുറക്ക്. അങ്ങോട്ട് അതില്ല. ജോലിക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ തുടച്ച് അങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് എറിഞ്ഞോ? അതെ ഒരു പേപ്പർ നീ വല്ലതും എടുത്തോ? നിനക്ക് അറിയായിരുന്നു എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ് ഇല്ലയോ? അത് പറയാൻ വേണ്ടി സർപ്രൈസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. കാണുന്നില്ലെന്നതിപ്പോ എന്നാ തിരിച്ചു ഇവിടെ പേപ്പർ അല്ല. എങ്ങനെ ജോലിക്ക് പോന്നേ? അവിടെ തപ്പടാ. അല്ല ഇവിടെ തുടച്ചേ ഇവിടെ തുടച്ചു. അങ്ങോട്ട് എറിഞ്ഞു. ആ പേപ്പർ കണ്ടോ? നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡാണ്. റേഷൻ കാർഡ് അല്ലടാ മൊണ്ണേടാ പേപ്പർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. പോയി നോക്ക്. അവിടെ നോക്ക്. മോനെ നിനക്കറിയാലോ എവിടാ കൊണ്ട് വെച്ചത്? റേഷൻ കാർഡ് റേഷൻ കാർഡ് നിന്റെ നമ്മടെ അരി എങ്ങനെ മേടിക്കാം? മോനെ ആ പേപ്പർ അത് എവിടെ കളഞ്ഞു? എവിടെ കളഞ്ഞു? ഞാൻ നിന്റെ മെഡിക്കും അടിക്കും. മാമന്മാരെന്തോ തപ്പുന്നേ? ഒരു പേപ്പർ പോയി. എന്താ റേഷൻ കാർഡ്. ഈ പേപ്പറാണോ? തരൂല്ല. എന്ത് വേണം തരാം. എന്തുണ്ട് ആ പേപ്പർ തരൂല്ല. മുട്ടായി 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 ഒരു കൊട്ട.
മുട്ടായി തരുമോ? എന്നാലും തരൂല. വാടാ പിടിക്കാൻ വാടാ. അതെ അതെ പയ്യൻ കുറച്ച് വട്ടിയതാ എങ്ങനെ അറിയാം? ആ വട്ടരവന്റെ മോനെ അവനതിന്റെ അപ്പുറത്തെ വട്ടി കൊണത്തിനിട്ടേക്കുന്നത്. അതെ കൂടെ ഒരു ഐഡിയ ഉണ്ട്. കൂടെ അയ്യോ എന്റെ പോക്കറ്റിൽ ഒരു മുട്ടായി ഉണ്ട്. ഇതാരോ എടുത്ത് അയ്യോ അടാ വലിയ മുട്ടായില്ലേ? വലിയ മുട്ടായി. മുട്ടായി കയ്യിൽ കിട്ടത്തില്ല. അരിവത്തിയിലെ മണ്ണിന് വേണ്ടിട്ട് എവിടുന്നാണ് സൗണ്ട്? ആരാണ്? ആ പേപ്പർ ചുരുട്ടി അതുപോലെ ടെക്സ്റ്റർ ഉണ്ട്. അയ്യോ ഇത് തരണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും തരാം. കഷ്ടമുണ്ട്. അണ്ണന്റെ മോൻ എന്താ തരാം? മുട്ടായി മേടിച്ച അണ്ണന് മുട്ടായി അത്തിനുണ്ട് കൊടുക്കുക. എനിക്കല്ലടാ ഇവന്റെ എന്തോ ഇന്നെ ഓടിച്ചിട്ട് പഠിപ്പിക്കാനാണ്. എന്നെ വല്ലാതെ ചെന്ന് రాజాగాడికి